ലഷ്കർ ബന്ധം ആരോപിച്ച് ഗുജറാത്തിൽ വെടിവെച്ചു കൊന്ന ഇസ്രത് ജഹാൻ തീവ്രവാദിയല്ലെന്ന അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന IPS ഓഫീസർ സതീഷ് വർമ്മ ഇസ്രത്തിനെ അന്യായമായി തടങ്കലിൽ വെച്ച് പിന്നീട് വെടിവെച്ചു കൊല്ലുകയായിരുന്നു എന്നും സതീഷ് വർമ്മ. That this was a controlled operation of the IB, where some people came here, they were caught, they were clubbed with Javed and Ishrat and killed in cold blood. Now this may be a brilliant operation, one. But then, this is also a fake encounter. So both are true. It was a brilliant operation. The evidence in the investigation, and it is part of the report of the SIT and also of the report submitted by the CBI to the Honorable High Court of Gujarat. And it says this, that after very laborious investigation on the subject, there is no material to indicate that Ishrat could have been a Lashkar-e-Toiba operative, much less a suicide bomber or a fidain. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിലാഷ് കടക്കൽ ചേരുകയാണ്. അഭിലാഷ്, വ്യാജ ഏറ്റുമുട്ടലാണ് ഇസ്രത് ജഹാന്റെ വിഷയത്തിലെന്ന് രാജ്യം മുഴുവൻ പറയുന്ന ഘട്ടത്തിലാണ് അടുത്തിടെ പാർലമെന്റിൽ മറച്ചുള്ള ചില ആരോപണങ്ങളുമായി BJP രംഗത്തെത്തുന്നത് ചിദംബരത്തിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഇതാ അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ തന്നെ സതീഷ് വർമ്മ തന്നെ പറഞ്ഞിരിക്കുന്നു വ്യാജ ഏറ്റുമുട്ടലായിരുന്നു എന്ന്. ഇസ്രത്തും പ്രാണേഷും ഒക്കെ ഇന്റലിജൻസ് ബ്യൂറോയുടെ കസ്റ്റഡിയിൽ നേരത്തെ ഉണ്ടായിരുന്നു എന്ന്. അജിംഷാദ്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഭരണകൂട ഭീകരത എന്ന വാക്ക് ഏറ്റവും കൂടുതൽ തവണ ചർച്ച ചെയ്യപ്പെട്ട ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിലാവും. കാരണം ഒരു അധികാരി വർഗം അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാർ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാർ അവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന ഒരു ക്രൂരതയുടെ ഏറ്റവും ശക്തമായ ഒരു പച്ചയായ ഒരു ഉദാഹരണമായിരുന്നു ഇസ്രത് ജഹാൻ വ്യാജ ഏറ്റുമുട്ടൽ കേസ്. നമുക്കറിയാം 2004 ജൂൺ 15 ഈ സംഭവം നടക്കുന്നത്. അതായത് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു, ഇപ്പോൾ പ്രധാനമന്ത്രിയായ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ വേണ്ടി പാകിസ്ഥാനിൽ നിന്നും എത്തിയ ലഷ്കർ ഭീകരരുടെ ചാവേർ സംഘം എന്ന് ആരോപിച്ചുകൊണ്ട് അന്ന് 4 പേരെ ഗുജറാത്ത് പോലീസ് ഏറ്റുമുട്ടലിലൂടെ കൊലപ്പെടുത്തുകയുണ്ടായി എന്നുള്ളതാണ് അന്നുണ്ടായ വാർത്ത. അതായിരുന്നു ഇതിൽ ഒരാൾ മലയാളിയായ ആലപ്പുഴ സ്വദേശിയായ പ്രാണേഷ് കുമാർ ആയിരുന്നു. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരിയായ ഇസ്രത് ജഹാൻ എന്ന ഒരു പെൺകുട്ടിയുമായിരുന്നു. കേവലം 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഈ പെൺകുട്ടി ലഷ്കർ-ഇ-തോയ്ബയുടെ ചാവേർ ആയിരുന്നു എന്നായിരുന്നു ആരോപണം. മാത്രമല്ല പ്രധാനമന്ത്രിയെ ആക്രമിക്കാൻ, പ്രധാനമന്ത്രിയെ വധിക്കാൻ വേണ്ടി ഈ സംഘം പദ്ധതി തയ്യാറാക്കിയിരുന്നെന്നും അതിനുവേണ്ടി ഇവർ അഹമ്മദാബാദിൽ എത്തിയിരുന്നെന്നും ഇതിനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നടക്കുന്നതിനിടെ പിന്നെ ഗുജറാത്ത് പോലീസ് ഇത് മണത്തറിഞ്ഞ് അവരെ ഏറ്റുമുട്ടലിലൂടെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നായിരുന്നു ഇവർക്കെതിരെയുള്ള കേസ്. എന്നാൽ ഇത്തരമൊരു സംഭവം ഉണ്ടായ കാലഘട്ടത്തിന് ഇത് ഏറെ വിവാദമുണ്ടാവുകയും ഇത് ഒരു വ്യാജ ഏറ്റുമുട്ടലാണെന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ യാതൊരു സാധ്യതയും ഇല്ലെന്നുള്ള വിവാദങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. മാത്രമല്ല ഇസ്രത് ജഹാന്റെയും പ്രാണേഷ് കുമാറിന്റെയും മാതാപിതാക്കൾ തന്നെ ഇതിനോട് പ്രതികരിച്ചിരുന്നു. അവർ പറഞ്ഞ മലയാളിയായ പ്രാണേഷ് കുമാറിന്റെ പിതാവ് തന്നെ അന്ന് പ്രതികരിച്ചത് തന്റെ മകൻ തീവ്രവാദിയല്ല എന്നും തീവ്രവാദ സംഘടനകളുമായി യാതൊരു ബന്ധവുമില്ല എന്നും ഇത് ഭരണകൂടം നടത്തുന്ന ഒരു ഭീകരതയാണ്, ഭരണകൂടത്തിന്റെ കൃത്യമായ ഒരു അജണ്ടയാണ്, അവരുടെ വ്യക്തമായ ഒരു ആസൂത്രണമാണ് എന്ന് അന്ന് ശക്തമായ ആരോപണം ഉണ്ടായിരുന്നു. മാത്രമല്ല ഗുജറാത്തിലെ പ്രതിപക്ഷമായ കോൺഗ്രസും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ CPM, CPI അടക്കമുള്ള പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇത് നരേന്ദ്രമോദിയുടെ ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൃത്രിമമായ ഒരു പ്രച്ഛന്ന വേഷം അദ്ദേഹത്തിനെ സൃഷ്ടിക്കാൻ വേണ്ടി തന്നെ അന്ന് ഗുജറാത്ത് സർക്കാരും ഇന്നത്തെ BJP ദേശീയ അധ്യക്ഷനായിരുന്ന അന്നത്തെ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ അടക്കമുള്ളവർ ചേർന്ന് തിരക്കഥ എഴുതിയ വ്യക്തമായ ഒരു ആസൂത്രണത്തിന്റെ ബലത്തിൽ തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും തന്നെയാണ് അഭിലാഷ്, രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ അല്ലെങ്കിൽ തീവ്രവാദ ആക്രമണങ്ങൾക്ക് ആസൂത്രണം നടത്തിയ ഹെഡ്ലിയാണ് ഏറ്റവും ഒടുവിൽ ഇസ്രത് ജഹാൻ ലഷ്കറിന്റെ ഏജന്റാണ് എന്ന് പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞ തീവ്രവാദി പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്, അതോ ഇപ്പോൾ രാജ്യത്തിന് വേണ്ടി അന്വേഷണം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നതാണോ? ഈ ചോദ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയതായി മുമ്പോട്ടെത്തുന്നത്. ഈ ചോദ്യം തന്നെയാണ് അജിംഷാദ് നമ്മുടെ രാജ്യത്തെ പാർലമെന്റിൽ പ്രതിപക്ഷം ഇതൊരു വിഷയമാക്കിയപ്പോൾ അന്ന് പ്രമുഖ അഭിഭാഷകനും കോൺഗ്രസ് വക്താവുമായ കപിൽ സിബലും ചോദിച്ചത്. അതായത് താനൊരു തീവ്രവാദിയാണെന്ന് സ്വയം വെളിപ്പെടുത്തിയ ഒരു വ്യക്തി പറയുന്നതാണോ BJP എന്ന് പറയുന്ന പാർട്ടിക്കും അതുപോലെ കേന്ദ്ര സർക്കാരിനും ഏറ്റവും കൂടുതൽ വിശ്വാസമാകുന്നത് അല്ലെങ്കിൽ വിശ്വാസയോഗ്യമാകുന്നത് എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. തീർച്ചയായും ഇത് വലിയ പ്രസക്തമായ ചോദ്യം. കാരണം ഇപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അന്നത്തെ ഈ വ്യാജ ഏറ്റുമുട്ടൽ കേസ് അന്വേഷിക്കാൻ കോടതി നിയോഗിച്ച പ്രത്യേക
അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം CBI ആക്കി ഈ കേസ് ആദ്യം അന്വേഷിക്കുകയുണ്ടായി. CBI സഹായിക്കാൻ വേണ്ടി അന്ന് അഹമ്മദാബാദ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ഒരു അന്വേഷണ സംഘത്തെ STI അന്വേഷണ സംഘത്തെ രൂപം നൽകുകയുണ്ടായി. ഈ അന്വേഷണ സംഘത്തിൽ അംഗമായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഇങ്ങനെ വെളിപ്പെടുന്നത്. അതായത് ഇസ്രത് ജഹാൻ തീവ്രവാദിയായിരുന്നില്ല. മാത്രമല്ല ഈ ഗുജറാത്ത് പോലീസ് പറയുന്നതനുസരിച്ച് 2015 ജൂൺ 15 ഇവരെ വെടിവെച്ച് കൊല്ലുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വെളിപ്പെടുത്താൻ നടത്തിയ ഉദ്യോഗസ്ഥനെ പറയുന്നത് തന്നെ ഈ ജൂൺ 12 തന്നെ ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ മുൻകൂട്ടി അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ പിന്നെ തീവ്രവാദികളാണെന്നോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നോ അന്നത് IBക്ക് ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് യാതൊരു റിപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. ഒരു വ്യക്തമായ തെളിവുകളും ഇല്ലാതെയാണ് ഒരു ഒരു ലിങ്കും ഇസ്രത് ജഹാനിലേക്ക് എത്താനാകുന്നില്ല. ഒപ്പം തന്നെ ഈ വർമ്മ മുമ്പോട്ട് വെക്കുന്ന ചില യുക്തിഭദ്രമായ ചോദ്യങ്ങളുണ്ട്. IB ഇവരെ വിദഗ്ധമായി മനസ്സിലാക്കുകയും ട്രാപ്പ് ചെയ്യുകയും ചെയ്തെങ്കിൽ എന്തിന് ഇവരെ കൊന്നു എന്ന ചോദ്യം കൂടി വർമ്മ മുമ്പോട്ട് വെക്കുന്നു. വളരെ യുക്തിഭദ്രമായി ഈ കാര്യങ്ങൾ ഭരണകൂട ആസൂത്രണങ്ങളെ പൊളിച്ചെഴുതുന്നത് കൂടിയാണ്. ഏറെ പ്രസക്തമായ ഈ ചോദ്യം തന്നെയാണ് അന്ന് ഈ കേസ് പരിഗണിച്ച, അതായത് ഈ വ്യാജ ഏറ്റുമുട്ടൽ കേസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിന്മേൽ അഹമ്മദാബാദ് മെട്രോപൊളിറ്റൻ കോടതിയുടെ മജിസ്ട്രേറ്റും ഇതേ ചോദ്യം തന്നെ ചോദിച്ചിരുന്നു. തുടർന്നാണ് അദ്ദേഹം കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ഈ അന്വേഷണ സംഘം കോടതിയിൽ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് മുംബൈയിൽ നിന്നും ജൂൺ 15 ഇവർ കൊല്ലപ്പെടുന്നത്. ജൂൺ 12 തന്നെ ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയുണ്ടായി. മാത്രമല്ല ഈ ഇവരെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ നേരെ സൂചിപ്പിച്ച പോലെ ഇവർ തീവ്രവാദികളാണെന്നൊരു തെളിവില്ലായിരുന്നു. ഇത്തരത്തിൽ യാതൊരു രഹസ്യാന്വേഷണ ഏജൻസികളുടെ അറിയിപ്പും ഗുജറാത്ത് പോലീസിന് ലഭിച്ചിരുന്നില്ല. യാതൊരു അടിസ്ഥാനവുമില്ലാതെ യാതൊരു തെളിവുമില്ലാതെ ആണ് ഇവരെ പിടിച്ചുകൊണ്ട് പോയതും ഇവരെ അറസ്റ്റ് ചെയ്തതും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത് തീർച്ചയായും ഒരു ഭരണകൂടത്തിൻ്റെ കൃത്യമായ ആസൂത്രണമാണ്, വ്യക്തമായ അജണ്ടയുടെ ഫലമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത് ഏറ്റവും പ്രസക്തമാണ്. കാരണം ഒരു സ്ത്രീ തീവ്രവാദിയാകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി പ്രാണേഷ് കുമാറോ ഇസ്രത്തോ തീവ്രവാദിയാകണമെങ്കിൽ അവർക്ക് ഏറെ നാളത്തെ പരിശീലനം ആവശ്യമുണ്ട്. അതിന് പറയാൻ കാരണം നേരത്തെ ഈ ഗുജറാത്ത് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാനും ഇവരെ വെടിവെച്ച് കൊന്നതിനും ഒരു ന്യായമായി ചൂണ്ടിക്കാണിച്ചത് ഇസ്രത് ജഹാൻ എന്ന് പറയുന്ന പെൺകുട്ടി ഏറെക്കാലം, അതായത് ഒരു 10-15 ദിവസം വീട്ടിൽ നിന്ന് അകന്നു നിന്നിരുന്നു. ഈ 15 ദിവസത്തിനുള്ളിൽ അവർ പാകിസ്ഥാനിൽ ലഷ്കർ-ഇ-തോയ്ബയുടെ പരിശീലനം നേടിയിരുന്നു. അതിന്റെ ഫലമായി അവരുടെ നിർദ്ദേശം അനുസരിച്ച് ഇവിടെ നരേന്ദ്രമോദിയെ വധിക്കാൻ വന്നു എന്നാണ്. എന്നാൽ ഈ ഒരു വാദത്തെ തന്നെ ഇപ്പോൾ ഈ IPS ഉദ്യോഗസ്ഥന് പൊളിച്ചെടുക്കുന്നത്. കാരണം കേവലം 15 ദിവസം കൊണ്ട് ഒരാൾക്ക് എങ്ങനെയാണ് തീവ്രവാദിയാകാൻ കഴിയും? കാരണം നമുക്കറിയാം പത്താൻകോട്ട് നടന്ന ഭീകരാക്രമണം നമ്മുടെ NSG കമാൻഡോകളോട് പോലും അത്യാധുനിക പരിശീലനം സിദ്ധിച്ച അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിക്കുന്ന NSG കമാൻഡോകളോട് പോലും മണിക്കൂറുകളോളം 2 ദിവസങ്ങളോളം പൊരി നിൽക്കാൻ ശേഷിയുള്ള അത്രയ്ക്ക് ശക്തമായ പരിശീലനം നേടിയവരാണ് തീവ്രവാദികൾ. ആ തീവ്രവാദികൾക്ക് വർഷങ്ങളുടെ നീണ്ട അല്ലെങ്കിൽ മാസങ്ങൾ നീണ്ട പരിശീലനം കൊണ്ട് മാത്രമേ അത്തരമൊരു ചാവേർ തീവ്രതയാകാൻ കഴിയൂ. അല്ലെങ്കിൽ ആയുധങ്ങൾ കൈകാര്യം ചെയ്യൂ. തോക്കുകളും മെഷീൻ ഗണ്ണുകളും ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ അത്രയ്ക്ക് ശക്തമായ മാസങ്ങൾ നീണ്ട പരിശീലനം വേണം. കേവലം 15 ദിവസം വീട്ടിൽ നിന്ന് മാറുന്ന ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഇത്രയും ആയുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയുക? എങ്ങനെയാണ് ചാവേറായി വന്ന ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, അതും നരേന്ദ്രമോദിയെ പോലുള്ള ശക്തമായ സുരക്ഷാ സന്നാഹമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ എങ്ങനെയാണ് വധിക്കാൻ കഴിയുക എന്ന പ്രസക്തമായ ചോദ്യമാണ് ഇദ്ദേഹം ഇപ്പോൾ ചോദിക്കുന്നത്. തീർച്ചയായും യുക്തിഭദ്രമായ ഒരുപാട് ചോദ്യങ്ങളുമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ മോഡി സർക്കാർ നടത്തിയ വ്യാജ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പുറത്തെത്തിയിരിക്കുന്നു. ഇസ്രത് ജഹാൻ പ്രാണേഷ് കുമാറും വ്യാജ ഏറ്റുമുട്ടലിലാണ് കൊല്ലപ്പെട്ടത്, കൊന്നതാണ്. IB ദിവസങ്ങൾക്ക് മുമ്പേ IBയുടെ കസ്റ്റഡിയിലായിരുന്നു ഇവർ എന്നും സതീഷ് വർമ്മ എന്ന മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങളാണ് അഭിലാഷ് കടക്കൽ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. ഉദ്ദിഷ്ട കാര്യത്തിന് ഉമ്മൻചാണ്ടിയുടെ ഉപകാര സ്മരണ. ക്ലിഫ് ഹൗസ് സമരത്തിൽ വിവാദമുണ്ടാക്കിയ നായിക സന്ധ്യയ്ക്ക് അനധികൃത നിയമനം. സ്പോർട്സ് കൗൺസിലാണ് നിയമനം നൽകുന്നത്. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ജിതിൻ, എന്തൊക്കെയാണ് സന്ധ്യയ്ക്ക് നൽകിയ അനധികൃത നിയമനത്തിന്റെ വിശദാംശങ്ങൾ? ജിംഷാദ്, സോളാർ തട്ടിപ്പിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് LDF അന്ന് നടത്തിയ ക്ലിഫ് ഹൗസ് ഉപരോധ സമരത്തിനെതിരെയാണ് അന്ന് കോൺഗ്രസ് പ്രവർത്തകയായ സന്ധ്യ രംഗത്ത് വന്നിരുന്നത്. സർക്കാർ വലിയ പ്രതിരോധത്തിലായിരുന്ന സമയത്ത് സർക്കാരിന് ആശ്വാസമായി അന്ന് സർക്കാർ അനുകൂല മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടിയതായിരുന്നു സന്ധ്യ ഈ സമരത്തിനെതിരെ രംഗത്തെത്തിയത്. ഈ സന്ധ്യയ്ക്കാണ് ഇപ്പോൾ സർക്കാർ പ്രത്യുപകാരം എന്ന നിലയിൽ അനധികൃത നിയമനം നൽകിയിരിക്കുന്നത്. സ്പോർട്സ് കൗൺസിലിലാണ് സന്ധ്യയ്ക്ക് വഴിവിട്ട നിയമനം നൽകിയിരിക്കുന്നത്. ശംഖുമുഖം ഇൻഡോർ സ്റ്റേഡിയത്തിൽ അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലാണ് ഇപ്പോൾ സന്ധ്യയെ നിയമിച്ചിരിക്കുന്നത്. ഈ
ഇത് അനധികൃത നിയമനമാണ് എന്ന് വ്യക്തമാക്കുന്ന എല്ലാ വിവരങ്ങളും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അതായത് ഒരു പൊതുവിജ്ഞാപനമോ മാധ്യമങ്ങളിൽ പരസ്യം നൽകാതെയും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെയുമാണ് സന്ധ്യയ്ക്ക് ഇപ്പോൾ നിയമനം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ താൽക്കാലിക നിയമനമാണ് നൽകിയിരിക്കുന്നതെങ്കിലും സ്ഥിരപ്പെടുത്താമെന്ന ഉറപ്പോടെയാണ് സന്ധ്യയ്ക്ക് നിയമനം ലഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും സ്പോർട്സ് കൗൺസിൽ അധികൃതർ ഇത് സംബന്ധിച്ച ഒരു വ്യക്തമായ വിശദീകരണം നമുക്ക് നൽകുന്നില്ല. അതേസമയം തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് മുഖ്യമന്ത്രിയുടെയും കായിക വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയും പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് സന്ധ്യയ്ക്ക് ഈ നിയമനം ലഭിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അന്ന് LDFന്റെ സമരത്തിനെതിരെ സന്ധ്യ രംഗത്ത് വന്നത് സർക്കാരിന് നല്ല ആശ്വാസമായിരുന്നു. ഈ സന്ധ്യയുടെ ഈ നടപടിക്ക് പ്രത്യുപകാരം എന്ന നിലയിൽ തന്നെയാണ് സർക്കാർ ഇപ്പോൾ സന്ധ്യയ്ക്ക് ഈ അനധികൃത നിയമനം നൽകിയിരിക്കുന്നത്. അജിംഷാദ്. ശരി ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ക്യാൻസർ രോഗികൾക്ക് പ്രതീക്ഷയുടെ വാക്സിൻ. ആദ്യമായി ക്യാൻസർ വാക്സിൻ മനുഷ്യന് നൽകി പരീക്ഷിച്ചു. ബ്രിട്ടനിലായിരുന്നു പരീക്ഷണം. അപ്പോൾ ഇതിൻ്റെ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ധന്യ വിശ്വം ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ധന്യ, ക്യാൻസർ ചികിത്സയിൽ കീമോതെറാപ്പി പോലെ പരിക്കുകൾ ഒന്നും വരുത്താതെയുള്ള സമഗ്രമായ ചികിത്സയ്ക്കുള്ള വാക്സിനാണോ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ? അജിംഷാദ്, ഇത് പറയുമ്പോൾ അർബുദ രോഗ ചികിത്സാ രംഗത്ത് വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ ഈ ഒരു വാക്സിന് സാധിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം മനുഷ്യരിൽ ഇത് ആദ്യമായി പരീക്ഷിച്ചിരിക്കുകയാണ്. 35 വയസ്സുള്ള ഒരു ബ്രിട്ടീഷുകാരിയിലാണ്, കെല്ലി പോട്ടറിലാണ് ഈ ആദ്യ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാതെ, അതായത് വലിയ ഡോസിൽ കീമോതെറാപ്പി ചെയ്തുകൊണ്ട് ക്യാൻസർ ഈ കോശങ്ങളെ ഒറ്റയടിക്ക് നശിപ്പിക്കാതെ അത് കുറച്ചായിട്ട് നശിപ്പിച്ചുകൊണ്ട് ആ രോഗപ്രതിരോധം തീർക്കാനുള്ള ഒരു വാക്സിനാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വലിയ ഡോസിൽ കീമോതെറാപ്പി നടത്തി അർബുദ കോശങ്ങളെ ഒറ്റയടിക്ക് നശിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇപ്പോൾ ബ്രെയിൻ ട്യൂമർ ഇല്ലെങ്കിൽ അതായത് ധന്യ ഈ കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ അനാവശ്യമായ അബ്നോർമൽ ഗ്രോത്ത് മാത്രമല്ല, വേണ്ട കോശങ്ങൾ കൂടി മരിക്കും, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. തുടർന്ന് രോഗി തന്നെ ചികിത്സ കൊണ്ട് മരിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകും. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ എന്തൊക്കെ റോളുകളാണ് ഈ വാക്സിനുള്ളത്? തീർച്ചയായും, അതായത് രോഗി ഒറ്റയടിക്ക് ഈ ഒരു വലിയൊരു കീമോതെറാപ്പി ഇല്ലെങ്കിൽ ഒരു സർജറിക്ക് ശേഷം രോഗിക്ക് സംഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു മാറ്റം, ഇല്ലെങ്കിൽ ഒരു പ്രത്യേക അസുഖ രീതി, ഇല്ലെങ്കിൽ ഇത്തരത്തിലൊരു വാക്സിൻ കുത്തിവെക്കുന്നതിലൂടെ രോഗിക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസം എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം ആ ഒരു കോശം വളർന്ന് ഇല്ലെങ്കിൽ അത് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയെ ഈ ഒരു വാക്സിൻ കൊണ്ട് കുറയ്ക്കാൻ സാധിക്കും. വലിയൊരു പ്രതിരോധ ശേഷി തന്നെയാണ് ഈ ഒരു വാക്സിൻ കൊണ്ട് ഡോക്ടർമാർ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. കൂടാതെ ഒരുപാട് മൂർച്ഛിച്ച അല്ലെങ്കിൽ അർബുദം വലിയ സ്റ്റേജുകളിലേക്ക് പോയ ആളാണെങ്കിൽ കൂടി ഇത്തരത്തിലൊരു വാക്സിൻ കുത്തിവെക്കുന്നതിലൂടെ ആ പേഷ്യന്റിന് കുറച്ചെങ്കിലും ആശ്വാസം, ഒരു പാലിയേറ്റീവ് കെയർ പോലെ നമുക്ക് ആ രോഗിയെ കൊണ്ടുപോവാൻ. അതായത് ധന്യ, ഈ അർബുദം ബാധിച്ച കോശത്തെ മാത്രം അറ്റാക്ക് ചെയ്യുകയും മറ്റ് ആരോഗ്യമുള്ള കോശങ്ങൾക്ക് ഈ അനാരോഗ്യമായ കോശത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനത്തിന്റെ കരുത്ത് നൽകുകയും ചെയ്യുന്നതാണ് ഈ വാക്സിൻ, അങ്ങനെ പറയാം. അജിംഷാ, സാധാരണമായി കീമോതെറാപ്പി തീവ്രമായി ഉപയോഗിക്കുമ്പോൾ പ്രതിരോധശേഷി കുറഞ്ഞ കോശങ്ങൾ മാത്രമാണ് നശിക്കുന്നത്. ഔഷധ പ്രയോഗം നിലയ്ക്കുമ്പോൾ പ്രതിരോധശേഷി കുറഞ്ഞ ഇല്ലെങ്കിൽ കൂടിയ അവ വളരെ വേഗം തിരിച്ചു വരികയും ട്യൂമർ പോലെയുള്ള ക്യാൻസറുകൾ വീണ്ടും വരാനും ഇടയാവാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരു വാക്സിൻ എടുക്കുന്നത് കൊണ്ട് പേഷ്യന്റിനുണ്ടാവുന്ന ഗുണം, ഈ ഒരു വാക്സിൻ കൊണ്ട് അത് വീണ്ടും വളരെ വീണ്ടും തിരിച്ചു വരാതെ അതിനെ കൺട്രോൾ ചെയ്ത് ആ പേഷ്യന്റിന് കൂടുതൽ കാലം ജീവിക്കാനുള്ള ഒരു ജീവവായു എന്ന് വേണമെങ്കിൽ തന്റെ ഈ ഒരു വാക്സിനെ വിളിക്കാവുന്നതാണ്. അതായത് പരിക്കുകൾ വരുത്താതെ ക്യാൻസറിന്റെ കോശത്തെ മാത്രം നശിപ്പിക്കുകയും മറ്റു കോശങ്ങൾ കൂടുതൽ പ്രതിരോധവത്താക്കുകയും ചെയ്യുന്ന ഒരു പുതിയ സംവിധാനം എന്ന് തന്നെ ഈ വാക്സിനെ പറയാം. ധന്യ, ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റഡി ഈ അടുത്തിടയിൽ എത്തിയതാണ്. മലേറിയയുമായി ബന്ധപ്പെട്ട രോഗാണുക്കളെ, ഇത്തരം ക്യാൻസർ കോശങ്ങളെ മാത്രം ഭക്ഷിക്കുകയും ആരോഗ്യമുള്ള കോശങ്ങളെ സ്പർശിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതി മലേറിയയ്ക്കുണ്ട് എന്നൊരു കണ്ടെത്തൽ ഈ അടുത്തിടെ ശാസ്ത്രം ഡെവലപ്പ് ചെയ്തിരുന്നു. ഒരു പക്ഷേ അതിനേക്കാൾ സമഗ്രമായ ഒരു സംവിധാനമാണ് ഇപ്പോഴത്തെ വാക്സിനിൽ എന്ന് തന്നെ പറയാം. ധന്യ, തീർച്ചയായും അത്തരത്തിൽ തന്നെ പറയാം. ഈ വാക്സിൻ ആണെങ്കിൽ കൂടി ഇതിന് പല സ്റ്റേജുകളുണ്ട്. അതായത് പല ഡോസുകളിലും വാക്സിൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ സ്റ്റേജുകളിൽ പേഷ്യന്റിന് വലിയ ഡോസുകൾ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇത് നേരത്തെ തെളിയിക്കപ്പെട്ടതാണ്. ആദ്യമേ ഇത് എലികളിലായിരുന്നു പരീക്ഷണം നടത്തിയിരുന്നത്, പിന്നീടാണ് അത് മനുഷ്യനിലേക്ക് തീർച്ചയായും ക്യാൻസർ രോഗികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന, മനുഷ്യന് മുഴുവൻ വലിയ പ്രതീക്ഷ നൽകുന്ന
ഒരു നിർണായകമായ കണ്ടെത്തലാണ് ശാസ്ത്രത്തിലൂടെ എത്തിയിരിക്കുന്നത്. ക്യാൻസർ രോഗികൾക്ക് പ്രതീക്ഷയുടെ ഒരു വാക്സിൻ എന്ന് പറയാവുന്ന കാര്യം തന്നെ പുറത്തെത്തിയിരിക്കുന്നു. ആദ്യമായി ക്യാൻസർ വാക്സിൻ മനുഷ്യനിൽ നൽകി പരീക്ഷിക്കുകയും ചെയ്തു. ബ്രിട്ടനിലെ ഒരു സ്ത്രീയിൽ 35-കാരിയിലാണ് ഇത്തരത്തിലൊരു പരീക്ഷണം നടത്തിയതിന്റെ വിശദാംശങ്ങളാണ് ധന്യ വിശ്വം നൽകിയത്. ഇപ്പോൾ മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പാർലമെന്റിൽ നരേന്ദ്രമോദി സംസാരിക്കുന്നു. അതിലേക്ക് मीनाक्षी लेखी जी, हरसिमरत कौर जी, श्री पी नागराजन जी, श्रीमान सौगत राय, श्रीमान बरतोरी मेहताब जी, श्रीमान जितेंद्र रेड्डी जी, मोहम्मद सलीम जी, सुप्रिया सुले जी, मुलायम सिंह जी यादव जी, राहुल गांधी जी, अनुप्रिया पटेल जी, श्री रियो जी, श्री ओवैसी जी, कई वरिष्ठ आदरणीय महानुभावों ने अपने विचार रखे हैं। उन सभी को मैं धन्यवाद कहता हूं, क्योंकि इस विचार को उन्होंने, इस चर्चा को सशक्त बनाने में, सुरेख बनाने में अपना योगदान किया है। मैं आज इस सदन में हम सभी सांसदों की तरफ से स्पीकर महोदय का भी धन्यवाद करना चाहता हूं, क्योंकि राष्ट्रपति जी के भाषण में संसद की कार्यवाही किस रूप में चलनी चाहिए, कैसा होना चाहिए, उसकी अपेक्षाएं व्यक्त की गई है। और ये अच्छी बात है कि हमने अपने बड़ों की सलाह माननी चाहिए, उनसे सलाह लेनी चाहिए। और राष्ट्रपति जी हमारे संवैधानिक व्यवस्था के सबसे बड़े पद पर हैं और उनकी सलाह हमने अवश्य माननी चाहिए। और मैं स्पीकर महोदय का विशेष रूप से इसलिए आभार व्यक्त करना चाहता हूं कि पिछले कुछ समय में उन्होंने कई नए इनिशिएटिव लिए हैं। उन्होंने जो श्री योजना प्रस्तुत की है, स्पीकर्स रिसर्च इनिशिएटिव, हम सभी सांसदों को अलग अलग विषयों पर रिसर्च मटेरियल मिले, हम लोगों का प्रबोधन हो। एक अच्छा प्रकल्प आपके द्वारा चल रहा है और वो संसद को क्वालिटेटिव चेंज लाने में उपयोगी होगा। मैं इसके लिए आपका आभार व्यक्त करता हूं। मैं अध्यक्ष महोदय का इस बात के लिए भी अभिनंदन करना चाहता हूं कि उन्होंने अगले 5 और 6 मार्च को पूरे देश की इलेक्टेड वीमेन मेंबर्स को असेंबली एंड लोकसभा उनका एक सर्वदलीय सम्मेलन की घोषणा की है, विवेचना की। और हमारे भूतपूर्व राष्ट्रपति जी समेत सभी महिला लीडर्स का उसमें मार्गदर्शन मिलने वाला है। विमेन एम्पावरमेंट की दिशा में, डिसीजन मेकिंग प्रोसेस में महिलाओं की भागीदारी को सुनिश्चित करने की दिशा में आपका एक अहम कदम है। और मैं मानता हूं ये हिंदुस्तान के संसदीय गतिविधि के साथ एक अच्छा कदम आपने उठाया है और सभी दलों ने सहयोग किया है। सबसे बड़ी बात है कि सभी दल के विमेन सांसद मिलकर के इसको कार्य योजना बना रहे हैं। एक बहुत ही अच्छा माहौल इसका तैयार हुआ है, इसके लिए मैं आपका आभार व्यक्त करता हूं। उसी प्रकार से बीपीएसटी ट्रेनिंग प्रोग्राम जो नए हमारे सांसद चुन करके आए हैं, उनकी लगातार प्रशिक्षण, उसमें भी काफी अच्छा आपके द्वारा काम का ओरिएंटेशन प्रोग्राम चल रहे हैं। मैं इसके लिए भी आपका बहुत बहुत आभार व्यक्त करता हूं। राष्ट्रपति जी ने कहा है कि सदन बहस के लिए होता है। हम देख रहे हैं कि देश पिछले दिनों सदन में जो हुआ उससे बहुत पीड़ित भी है, चिंतित भी है। और जब सदन नहीं चलता है
तो सत्ता पक्ष का नुकसान तो बहुत कम होता है, देश का नुकसान बहुत होता है, लेकिन सबसे ज्यादा नुकसान सांसदों का होता है, उसमें भी विपक्ष के सांसदों का होता है, क्योंकि उनको जनता की आवाज उठाने से रोका जाता है। और इसलिए संसद में कितने ही विरोधी विचार क्यों ना हो, कितने ही नाराजगी क्यों ना हो, लेकिन वो प्रकट होना ये आवश्यकता है। सदन एक ऐसा फोरम है जहां तर्क रखे जाते हैं, जहां तीखे जवाब दिए जाते हैं। एक ऐसा फोरम है जहां सरकार पर सवाल किए जाते हैं। एक ऐसा फोरम है जहां सरकार को अपना बचाव करना होता है, अपने पक्ष में सफाई देनी होती है। बहस के दौरान किसी को बख्शा नहीं जाता और उसकी उम्मीद भी नहीं की जानी चाहिए, लेकिन बहस के दौरान अगर सदन की गरिमा और मर्यादा बनी रहे तो हम अपनी बात और मजबूती से रख पाएंगे और साथ ही साख भी बना पाएंगे। ये उपदेश नरेंद्र मोदी का नहीं है, ये भारत के भूतपूर्व प्रधानमंत्री श्रीमान राजीव गांधी का है। राष्ट्रपति जी की बात इसलिए महत्वपूर्ण है क्योंकि उन्होंने लंबे अरसे तक इस प्रक्रिया में भी अपने जीवन के महत्वपूर्ण वर्ष बिताए हैं और उन लोगों के साथ बिताए हैं। JNU വെമുല വിഷയത്തിലൊക്കെ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രതീക്ഷിക്കുന്നു എന്ന് പ്രതിപക്ഷം നിരവധിയായി പ്രതിപക്ഷം പ്രതിഷേധം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇതിലേക്കത്തെ ഒക്കെ എത്താം. UDFൽ വിലപേശ് JDUവും 10 സീറ്റുകൾ വേണമെന്നാണ് JDUവിന്റെ ആവശ്യം. മട്ടന്നൂർ, ഇലത്തൂർ, നേമം മണ്ഡലങ്ങൾ വേണ്ടെന്നാണ് പാർട്ടി തീരുമാനം. കായംകുളം, പൂഞ്ഞാർ, കോവളം മണ്ഡലങ്ങൾ ആവശ്യപ്പെടും. സീറ്റ് വിഷയത്തിൽ കോൺഗ്രസുമായി JDUവിന്റെ ഉഭയകക്ഷി ചർച്ച നാളെ. LDFന് മൃഗീയ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ തങ്ങളുടെ തലയിൽ വെച്ച് കെട്ടേണ്ട എന്ന നിലപാടാണ് JDU നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച മട്ടന്നൂർ, എലത്തൂർ, നേമം മണ്ഡലങ്ങൾ മാറ്റിത്തരണമെന്ന് UDF നേതൃത്വത്തോട് ആവശ്യപ്പെടും. പകരം കായംകുളം, പൂഞ്ഞാർ, കോവളം സീറ്റുകളാണ് ആവശ്യപ്പെടുക. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഒരു സീറ്റും വേണം. സീറ്റുകളുടെ എണ്ണം 10 വർദ്ധിപ്പിക്കണമെന്നും നാളെ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ JDU നേതാക്കൾ ആവശ്യപ്പെടും. കഴിഞ്ഞ തവണ 6 സീറ്റുകളിലാണ് JDU മത്സരിച്ചത്. KP മോഹനൻ കൂത്തുപറമ്പിലും MP ശ്രേയാംസ് കുമാർ കൽപ്പറ്റയിലും വീണ്ടും മത്സരിക്കും. കായംകുളം സീറ്റ് ലഭിക്കുകയാണെങ്കിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷേഖ് പി ഹാരിസിനെ മത്സരിപ്പിക്കാനാണ് തീരുമാനം. കായംകുളം ലഭിച്ചില്ലെങ്കിൽ വടകരയിൽ ഷേഖ് പി ഹാരിസിനെ പരിഗണിക്കണമെന്നും പാർട്ടിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ വടകരയിൽ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് മത്സരരംഗത്തുണ്ടാകില്ലെന്നാണ് സൂചന. നാളെ രാവിലെ കോഴിക്കോട്ട് MP വീരേന്ദ്രകുമാറിന്റെ വസതിയിലാണ് ഉഭയകക്ഷി ചർച്ച നടക്കുക. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC പ്രസിഡന്റ് VM സുധീരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും. PV കുട്ടൻ, കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികളെ അംഗീകരിക്കില്ലെന്ന് കൊല്ലം DCC പ്രസിഡന്റ് എഴുകോൺ സത്യശീലൻ. കൊല്ലം സ്വദേശികളെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് തന്റെ നിലപാടെന്നും എഴുകോൺ സത്യശീലൻ വ്യക്തമാക്കുന്നു. അതേസമയം പത്തനാപുരത്ത് പുറത്തുനിന്നുള്ളവരെ വേണ്ടെന്നും ഇരവൂരത്ത് RSPക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ലീഗിനെ കിട്ടില്ലെന്നും മുന്നറിയിപ്പുമായി ജില്ലയിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കാൻ ലക്ഷ്യമിടുന്ന 8 മണ്ഡലങ്ങളിലും കൊല്ലം സ്വദേശികളെ മത്സരിപ്പിക്കണമെന്ന നിലപാടിലുറച്ച കൊല്ലം DCC നേതൃത്വം പുറമെ നിന്നുള്ളവരെ കെട്ടിയിറക്കാൻ ശ്രമിച്ചാൽ അംഗീകരിക്കില്ലെന്നും DCC അധ്യക്ഷൻ എഴുകോൺ സത്യശീലൻ മുന്നറിയിപ്പ് നൽകി. 8 സീറ്റ് കോൺഗ്രസിന് തന്നെ നിലനിർത്താനും അത് ജില്ലയിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ കൊണ്ട് തന്നെ മത്സരിപ്പിക്കാനും കഴിയണം എന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. പുറത്തുനിന്നുള്ള കോൺഗ്രസിലും പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികൾ ഇറക്കം കൊണ്ടുവരാതെ ഇവിടെയുള്ളവരെ തന്നെ സെലക്ട് ചെയ്ത് പോകണമെന്നും ശക്തമായ അഭിപ്രായം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനുണ്ട്.
മുമ്പ് ജില്ലയിൽ നിന്ന് അയൽ ജില്ലയിലേക്ക് താമസം മാറ്റിയവരും സിനിമാ രംഗത്തുള്ളവരെയും സ്ഥാനാർത്ഥിയായി വേണ്ടെന്നാണ് തങ്ങളുടെ നിലപാടെന്നും എഴുകോൺ സത്യശീലൻ വ്യക്തമാക്കി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ആലപ്പുഴ കോൺഗ്രസിനുള്ളിലും ചേരിപ്പോര് തുടങ്ങി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 15,000 വോട്ടിന് മുകളിൽ പരാജയപ്പെട്ടവരെ ഇത്തവണ മത്സരിപ്പിക്കേണ്ട എന്ന് കാട്ടി ഒരു വിഭാഗം നേതാക്കൾ KPCCക്ക് കത്ത് നൽകി. ഇത്തരത്തിൽ DCC പ്രസിഡന്റ് അടക്കം 4 പേരാണ് മത്സരരംഗത്തുള്ളത്. ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസിന്റെ 35-അംഗ പുതിയ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നതോടെ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികൾക്കിടയിൽ പ്രതിഷേധം ശക്തമാകുന്നു. കോൺഗ്രസ് നേതാക്കളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 15,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇത്തവണ മത്സരിപ്പിക്കാൻ പാടില്ല എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ A. ഷുക്കൂറിനും ജോൺസൺ എബ്രഹാമിനും M. ലിജുവിനും അഡ്വക്കേറ്റ് PJ മാത്യുവിനും ഇത്തവണ മത്സരിക്കാൻ കഴിയില്ല. സംസ്ഥാനത്ത് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ മാത്രം മത്സരിച്ചാൽ മതിയെന്നാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥികൾക്ക് വിജയപാത ഒരുക്കിയ ഇവരെ മാറ്റി നിർത്തേണ്ടി വരും. ഇത് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ നേതൃത്വത്തിന് കത്ത് നൽകി കഴിഞ്ഞു. ജില്ലയിലെ 9 മണ്ഡലത്തിൽ 6 മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തിരയുന്നത്. ഇതിൽ ഹരിപ്പാട് രമേശ് ചെന്നിത്തലയും ചെങ്ങന്നൂരിൽ PC വിഷ്ണുനാഥിൻ്റെയും സിറ്റിംഗ് സീറ്റുകളാണ്. കുട്ടനാടാകട്ടെ KM മാണിയുടെ സീറ്റും. അങ്ങനെ വരുമ്പോൾ 35-ൽ 6 പേർക്ക് മാത്രമാവും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാൻ കഴിയുക. മാവേലിക്കര സംഭരണ മണ്ഡലത്തിൽ JSS നേതാവായ KK ഷാജു ആണ് മത്സരിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് വാദം. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റിയ യോഗ്യരായ സ്ഥാനാർത്ഥികൾ ഷാജു എല്ലാ കാലത്തും UDF-നകത്ത് കോൺഗ്രസ് ഒരു ലൈസൻസിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ഒരു സീറ്റ് കൂടി നഷ്ടമാകും. എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് മുൻതൂക്കമുള്ള ആലപ്പുഴ ജില്ലയിൽ I ഗ്രൂപ്പിന്റെ നേതാക്കൾ തന്നെയാവും കൂടുതലായി ഇത്തവണയും മത്സരരംഗത്തുണ്ടാകുക. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. UDF സീറ്റ് വിഭജനം തർക്കമില്ലാതെ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഈ മാസം 7-നകം ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏഴാം തീയതി വന്ന് ഞങ്ങളുടെ ആദ്യ റൗണ്ട് പൂർത്തിയാക്കും. പിന്നെ 1-2 ദിവസത്തിനുള്ളിൽ യാതൊരു തർക്കവും ഇല്ലാതെ തന്നെ പൂർത്തിയാക്കും. UDF-ന്റെ ശൈലികൾ പറഞ്ഞുകൊണ്ട് അത് ചർച്ച ചെയ്യും. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. നേമം സീറ്റിനെ ചൊല്ലി BJP-യിൽ കടുത്ത ഭിന്നത. നേമത്ത് കുമ്മനം രാജശേഖരനെ പരിഗണിച്ചതിലെ അതൃപ്തിയെ തുടർന്ന് രാജഗോപാൽ മത്സരിക്കാനില്ലെന്ന് നിലപാടെടുത്തു. ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം തുടരവേ ഇന്ന് കോർ കമ്മിറ്റി യോഗം ചേരും. അതേസമയം മറ്റു പ്രധാന നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ തീരുമാനിച്ചു. സംസ്ഥാനത്ത് BJP ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ പുലർത്തുന്ന നേമം മണ്ഡലത്തെ ചൊല്ലി പാർട്ടിയിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് രണ്ടാമതെത്തിയ O. രാജഗോപാലിനെ മാറ്റി BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനെ മത്സരിപ്പിക്കാനുള്ള നീക്കം നടന്നതിലെ അതൃപ്തിയെ തുടർന്ന് രാജഗോപാൽ ഇപ്പോൾ മത്സരിക്കാനില്ലെന്ന നിലപാടിലാണ്. പിന്നീട് നേതൃത്വം നേമത്ത് തന്നെ മത്സരിക്കണമെന്ന് രാജഗോപാലിനോട് ആവശ്യപ്പെട്ടെങ്കിലും നിലപാട് കടുപ്പിച്ച രാജഗോപാൽ നേമം കിട്ടിയാലും മത്സരിക്കാനില്ലെന്നാണ് കഴിഞ്ഞ ദിവസം കോർ കമ്മിറ്റി യോഗത്തെ അറിയിച്ചത്. ഇക്കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. കുമ്മനം എവിടെ മത്സരിക്കണമെന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. അതേസമയം മറ്റു പ്രധാന നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ തീരുമാനിച്ചു. V. മുരളീധരൻ കഴക്കൂട്ടത്തും PK കൃഷ്ണദാസ് കാട്ടാക്കടയിലും PS ശ്രീധരൻപിള്ള ചെങ്ങന്നൂരും CK പത്മനാഭൻ കുന്നമംഗലത്തും മത്സരിക്കും. AN രാധാകൃഷ്ണൻ മണലൂരും MT രമേശ് കോഴിക്കോട് നോർത്തിലും K. സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും ശോഭാ സുരേന്ദ്രൻ പാലക്കാടുമാണ് മത്സരിക്കുക. മറ്റു മണ്ഡലങ്ങളുടെ കാര്യത്തിലും BDJS-ന് നൽകുന്ന സീറ്റുകൾ സംബന്ധിച്ചും ഇന്ന് കോർ കമ്മിറ്റി യോഗം തീരുമാനമെടുക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്ത കനയ്യകുമാർ ഇന്ന് ജയിൽ മോചിതനാകും. മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി കനയ്യയെ ഇന്ന് മോചിപ്പിക്കും. കനയ്യയെ സ്വീകരിക്കാൻ JNU വിദ്യാർത്ഥികൾ ആവേശത്തിലാണ്. 21 ദിവസത്തെ തീഹാർ ജയിൽവാസത്തിന് ശേഷം കനയ്യ ഇന്ന് പുറത്തിറങ്ങും. ജാമ്യം അനുവദിക്കാൻ ദില്ലി ഹൈക്കോടതി ഉത്തരവിട്ടതോടെ കനയ്യയെ മോചിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി കോടതി ആവശ്യപ്പെട്ട ജാമ്യത്തുക കൂടി കെട്ടിവച്ചതിന് ശേഷമാണ് കനയ്യയെ മോചിപ്പിക്കുക. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്ത കനയ്യയ്ക്ക് കൊടും പീഡനങ്ങളാണ് ഇക്കാലയളവിൽ അനുഭവിക്കേണ്ടി വന്നത്. പോലീസ് കസ്റ്റഡിയിൽ തന്നെ അഭിഭാഷകർ കനയ്യയെ പാൻറിൽ മൂത്രം പോകുന്നതുവരെ ക്രൂരമായി മർദ്ദിച്ച കാര്യം ഞെട്ടലോടെയാണ് പുറം ലോകം അറിഞ്ഞത്.
നിയമ നടപടികൾക്കായി കോടതിയിലെത്തിയ കന്നയ്യയ്ക്ക് പോലീസുകാർ നോക്കി നിൽക്കെ മർദ്ദനമേൽക്കേണ്ടിയും വന്നു. വ്യാജ വീഡിയോകളുടെ പേരിൽ കന്നയ്യയെ രാജ്യദ്രോഹിയായി ചിലർ ചിത്രീകരിച്ചു. ജാമ്യ ഹർജിയെ ദില്ലി പോലീസ് നിരന്തരം എതിർക്കുകയും ചെയ്തു. ഒടുവിൽ രാജ്യദ്രോഹ കുറ്റം എന്താണെന്ന് അറിയാമോ എന്ന് ദില്ലി പോലീസിനോട് ചോദിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ജാമ്യം ലഭിച്ചതിന് പിന്നാലെ വിജയത്തിമിർപ്പിലാണ് JNU. കന്നയ്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് JNUവിൽ വിദ്യാർത്ഥികൾ മാർച്ച് നടത്തി. ജാമ്യം നേടി ക്യാമ്പസിലെത്തുന്ന കന്നയ്യ JNUവിൽ തുടരുന്ന പ്രതിഷേധ സമരത്തിൽ സംസാരിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകളിലേക്ക്. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് സമാപനം. സംസ്ഥാന ഭാരവാഹികളെ ഇന്ന് തെരഞ്ഞെടുക്കും. സമാപന സമ്മേളനവും യുവജന റാലിയും തിരൂരിൽ നടക്കും. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഇന്നലെയോടെ സമ്മേളനത്തിലെ പൊതുചർച്ചകളെല്ലാം പൂർത്തിയായി. പരിസ്ഥിതി സംരക്ഷണം, സ്ത്രീ ശാക്തീകരണം, ദളിതർ, മൂന്നാം ലിംഗക്കാർ തുടങ്ങിയവരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശക്തമായി ഇടപെടാനും സ്വതന്ത്ര സംഘടനയായി പ്രവർത്തിക്കുന്നതിനുള്ള പരിമിതികൾ മറികടക്കാനുമുള്ള നിർദ്ദേശങ്ങളാണ് ചർച്ചയിൽ ഉയർന്നു വന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, വിശദാംശങ്ങളിലേക്ക് പോയാൽ. അജിംഷാദ്, സംസ്ഥാന സമ്മേളനം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം പൂർത്തിയായി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനം നടത്തി പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കും. കഴിഞ്ഞ സമ്മേളന കാലയളവിലുള്ള പ്രവർത്തനങ്ങളും മറ്റും വളരെ വിശദമായി തന്നെ സംസ്ഥാന സമ്മേളനം പരിശോധിക്കുകയുണ്ടായി. ഉച്ചയോടെ തന്നെ 3 മണിയോടെ സമാപന സമ്മേളനത്തിലേക്ക് കടക്കും. റാലി നടക്കും. 1/4 ലക്ഷം പേർ പങ്കെടുക്കുന്ന യുവജന റാലി അതോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. അതിനുശേഷം സമാപന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ജമ്മു കാശ്മീർ സംസ്ഥാന സെക്രട്ടറി യൂസഫ് തരിഗാമി, അതുപോലെ അഖിലേന്ത്യാ പ്രസിഡന്റ് MB രാജേഷ്, സെക്രട്ടറി അഭോയ് മുഖർജി തുടങ്ങിയവരെല്ലാം സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഇപ്പോൾ പ്രതിനിധി ഹാളിൽ ഉണ്ട്. സമ്മേളനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സമ്മേളന കാലയളവിലെ മുഴുവൻ പ്രവർത്തനങ്ങളെയും വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. പരിസ്ഥിതി സംഘടനയായും സന്നദ്ധ സംഘടനയായുമെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ പോലും അവാർഡ് DYFIക്ക് അംഗീകാരം DYFIക്കാണ് ലഭിച്ചത്. അതുപോലെ മറ്റ് പ്രശ്നങ്ങൾ ദളിത് മേഖലയിലും അതുപോലെ മൂന്നാം ലിംഗക്കാരുടെ പ്രശ്നങ്ങളിലുമെല്ലാം സജീവമായി ഇടപെടാൻ സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കാലയളവിൽ അംഗങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി എന്ന് സമ്മേളനം വിലയിരുത്തി. എന്നാൽ അത്ര തന്നെ ജനപങ്കാളിത്തം സമരങ്ങളിൽ കണ്ടില്ല എന്ന ഒരു സ്വയം വിമർശനം DYFI നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ സ്വതന്ത്ര സംഘടനയായി പ്രവർത്തിക്കുന്നതിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. അത് മറികടക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും സംസ്ഥാന സമ്മേളനത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പുതിയ ഭാരവാഹികളെ നമുക്ക് അറിയാൻ കഴിയും. അജിംഷാദ്. തീർച്ചയായും സ്വാലിഹാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. സമരാനുഭവങ്ങളുടെ പൊള്ളുന്ന ഓർമ്മകളുമായാണ് DYFI തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീലാൽ സംസ്ഥാന സമ്മേളനത്തിലെത്തിയത്. പോലീസ് മർദ്ദനമേറ്റ് പരസഹായമില്ലാതെ നടക്കാൻ പോലുമാകാതെയാണ് ശ്രീലാൽ തിരൂരിലെത്തിയത്. ലക്ഷങ്ങൾ ദൂർത്തടിച്ച് ഇരിങ്ങാലക്കുടയിൽ ഗാന്ധി പ്രതിമ അനാച്ഛാദനം നടത്താനെത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ പ്രതിഷേധം നടത്തിയ DYFI പ്രവർത്തകർക്കിടയിൽ ശ്രീലാലുമുണ്ടായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 23-നാണ് സംഭവം. പ്രതിഷേധിക്കാനെത്തിയവരെ ക്രൂരമായാണ് പോലീസ് നേരിട്ടത്. ശ്രീലാലിന് സാരമായി പരിക്കേറ്റു. കാൽമുട്ടുകൾ പൊട്ടിയടർന്നു. നിലവിലിപ്പോൾ എനിക്ക് ഈ കാൽമുട്ടിൻ്റെ ഇതിൻ്റെ തൊട്ട് താഴെയാണ്, അത് അടർന്നിരിക്കുന്നു. കാല് ചവിട്ടി പിടിച്ചിട്ടാണ് തല്ലിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കാല് ഉറപ്പിച്ച് നടക്കാൻ പറ്റില്ല, നിലവിൽ മുട്ട് മുളയ്ക്കാൻ പറ്റില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട്. കൈയിൻ്റെ ഇവിടെ ചതഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ ഒപ്പം തന്നെ DYFI ബ്ലോക്ക് സെക്രട്ടറി സഖാവ് സിജിത്ത് ഉണ്ട്. ആളുടെ തല പൊട്ടി 5 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. നീണ്ട നാളത്തെ ചികിത്സ നടത്തിയെങ്കിലും പരസഹായമില്ലാതെ നടക്കാൻ പോലും ശ്രീലാലിനാവില്ല. തൃശൂർ DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ ശ്രീലാൽ സമ്മേളന നഗരിയിൽ ആവേശമായി. കഴിഞ്ഞ സമ്മേളന കാലയളവിൽ മാത്രം ആയിരക്കണക്കിന് പേരെ കള്ളക്കേസിൽ കൊടുക്കുകയും ആയിരങ്ങൾക്ക് പോലീസ് മർദ്ദനങ്ങളിൽ സാരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നിലവിലുള്ള ജീവനക്കാരെ വെട്ടിച്ചുരുക്കി സംസ്ഥാനത്തെ എയ്ഡഡ് കോളേജ് മേഖലയെ തകർക്കാൻ സർക്കാർ നീക്കം. സംസ്ഥാനത്തെ എയ്ഡഡ് കോളേജുകളുടെ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാക്കുന്ന സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. ഉത്തരവിനെതിരെ പ്രതിഷേധവുമായി ജീവനക്കാരും കോളേജ് മാനേജ്മെന്റുകളും രംഗത്ത്.
1994 9200 ജീവനക്കാരുണ്ടായിരുന്ന എയ്ഡഡ് മേഖലയിൽ ഇന്ന് ജീവനക്കാരുടെ എണ്ണം 3200 ചുരുങ്ങിയിരിക്കുകയാണ്. 94 ശേഷം ഈ മേഖലയിൽ നിയമനങ്ങൾ കാര്യമായി നടന്നിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് ജീവനക്കാരുടെ എണ്ണം 30% കുറയ്ക്കണമെന്ന ഉത്തരവ് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയത്. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് തസ്തിക പുതിയ ഉത്തരവ് പ്രകാരം എടുത്തുകളഞ്ഞു. സീനിയർ സൂപ്രണ്ട് തസ്തിക 10% കോളേജുകളിൽ മാത്രമായി ചുരുക്കി. ലൈബ്രറി, ലാബ് സ്റ്റാഫുകളുടെ എണ്ണം നേർപകുതിയാക്കി. ടെക്നിക്കൽ സ്റ്റാഫ് ഇല്ലാതായി. പകരം ഇവരെ സ്വീപ്പർ തസ്തികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി ശ്രീനിവാസ് പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. കേരള നോൺ ടീച്ചിംഗ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ജേക്കബ് സി നൈനാൻ ഈ ഗവൺമെൻറ് മേഖലയിലും എയ്ഡഡ് മേഖലയും തകർത്തുകൊണ്ട് ഇതെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഗവൺമെൻറ് അതിവേഗം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗവൺമെൻറ് മേഖലയെ തൊടാതെ ആദ്യം തന്നെ അസംഘടിത മേഖലയായ എയ്ഡഡ് മേഖലയെ ആദ്യം തന്നെ ഗവൺമെൻറ് ഈ ഓർഡറിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. എയ്ഡഡ് കോളേജുകളുടെ പ്രവർത്തനത്തെയും കോഴ്സുകളെയും പ്രതിസന്ധിയിലാക്കുന്ന ഉത്തരവിനെതിരെ പ്രതിഷേധം വ്യാപകമായിരിക്കുകയാണ്. കോട്ടയം CMS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോയ് സാം ഡാനിയൽ ടീച്ചേഴ്സും കൊണ്ട് മാത്രം ഒരു കോളേജ് ഓടത്തില്ല. ഒരു അക്കാഡമിക് ക്വാളിറ്റിയിൽ വേണ്ട സപ്പോർട്ട് ചെയ്യുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്. ഇവരെയൊക്കെ എടുത്ത് ആ സ്ഥാനങ്ങളെല്ലാം എടുത്തു കളഞ്ഞു. ഇത് വളരെയധികം പ്രതിഷേധാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. സർക്കാർ കോളേജുകൾക്ക് പുറമെ സാധാരണക്കാരുടെ പ്രതീക്ഷയായ എയ്ഡഡ് സ്ഥാപനങ്ങളെ തകർക്കാനുള്ള തീരുമാനത്തിനെതിരെ ജീവനക്കാരും കോളേജ് മാനേജ്മെന്റുകളും രക്ഷിതാക്കളും സമരത്തിനൊരുങ്ങുകയാണ്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ പിറന്നാൾ ആഘോഷിച്ച കേരള നേതാക്കൾ വെട്ടിലായി. മൂന്നാറിൽ നടന്ന ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് വാഗ്ദാനം ചെയ്ത സമ്മാനങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് AIADMK മറയൂർ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് അംഗത്തെയും നേതാക്കളെയും നാട്ടുകാർ തടഞ്ഞുവെച്ചു. വാഗ്ദാനം ചെയ്ത സമ്മാനങ്ങൾ എത്തിക്കാമെന്ന ഉറപ്പിന്മേലാണ് പ്രവർത്തകർ നേതാക്കളെ പിന്നീട് വിട്ടയച്ചത്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ജന്മദിനം ആഘോഷിച്ച ഇടുക്കിയിലെ AIADMK നേതാക്കളാണ് വെട്ടിലായത്. കഴിഞ്ഞ മാസം 24-ന് മൂന്നാറിൽ സംഘടിപ്പിച്ച ജന്മദിന ആഘോഷം കെങ്കേമമാക്കാൻ വാഗ്ദാന പെരുമഴ നടത്തിയ നേതാക്കളാണ് ഇടുക്കിയിൽ ത്രിശങ്കു സ്വർഗത്തിലായത്. മറയൂർ കാന്തല്ലൂർ മേഖലയിൽ നിന്നും പാർട്ടിയുടെ ശക്തി തെളിയിക്കാൻ ആയിരക്കണക്കിന് ആളുകളെയാണ് മൂന്നാറിലേക്ക് എത്തിച്ചത്. തമിഴ്നാട് ജനതയ്ക്ക് അവിടുത്തെ സർക്കാർ സൗജന്യമായി പ്രഖ്യാപിച്ച ലാപ്ടോപ്പ്, മിക്സി, ഗ്രൈൻഡർ, തയ്യൽ മെഷീൻ തുടങ്ങിയവയായിരുന്നു മൂന്നാറിലെ ജനതയ്ക്കും AIADMK വാഗ്ദാനം ചെയ്തത്. ഇതിൽ വീണ ആളുകളാണ് വാഗ്ദാന ലംഘനത്തിന്റെ പേരിൽ മറയൂർ ഗ്രാമപഞ്ചായത്ത് AIADMK അംഗത്തെ ഉപരോധിച്ചത്. തയ്യൽ മെഷീന്, ഗ്രൈൻഡർ, മിക്സി, തേപ്പെട്ടി, ഫാന് ഇതൊക്കെ അവർക്ക് തരാമെന്ന് പറഞ്ഞതാണ്. തന്നില്ല. നൈറ്റ് 10 മണി വരയ്ക്ക് ഒരു ചായ പോലും കൊടുക്കാതെ പട്ടിണിയാ കരങ്ങി ഓരോരുത്തരും മയങ്ങി വന്നിരിക്കുകയാണ്. ജയലളിതയുടെ ജന്മദിന ആഘോഷത്തിനെത്തിയ പ്രവർത്തകർക്ക് മൂന്നാറിൽ കുടിവെള്ളം പോലും ലഭിച്ചിരുന്നില്ല. അവസാനം ലഭിച്ചത് സമ്മാനമായി പ്ലാസ്റ്റിക് പാത്രങ്ങൾ മാത്രം. ഇടുക്കി ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ചുവടുറപ്പിക്കാൻ ശ്രമിച്ച AIADMK പാർട്ടിക്ക് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തോടെ പുറത്തു വന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. രാഗഭാവങ്ങളുടെ മധുര സംഗീതം പകർന്ന രവീന്ദ്രൻ മാസ്റ്റർ യാത്രയായിട്ട് ഇന്ന് 11 വർഷം. ആത്മാവിൽ അമൃത് പകരുന്ന അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ചാണ് രവീന്ദ്രൻ മാസ്റ്റർ വിട പറഞ്ഞത്. തൻ്റെ എല്ലാ ഗാനങ്ങളും ഏവരുടെയും ഇഷ്ടഗാനങ്ങളായി അറിയപ്പെടാനായിരുന്നു ആ മനസ്സ് കുതിച്ചത്. കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിൽ നിന്ന് ഭാഗ്യാനുഷികളുടെ സ്വപ്ന നഗരിയായ മദുരാശിയിലേക്കുള്ള ദൂരം സംഗീതത്തിൻ്റെ രാഗവിസ്താരങ്ങളാൽ അളന്നു തീർക്കുകയായിരുന്നു രവീന്ദ്രൻ. തിരസ്കാരത്തിൻ്റെ ആദ്യകാല ജീവിതം പകർന്ന അനുഭവ പാഠങ്ങളിലായിരുന്നു ആ ഈണങ്ങൾ ശ്രുതി മീട്ടിയത്. യേശുദാസ് എന്ന ശബ്ദ സൗന്ദര്യത്തിൻ്റെ ആലാപനത്തിൻ്റെ അപാരതകളിലേക്ക് മലയാളി സ്വയം മറന്നിറങ്ങിച്ചെന്നത് രവീന്ദ്രന്റെ ഈണങ്ങളിലൂടെയായിരുന്നു. നീലമേഘം നെഞ്ചിലേറ്റിയ പൊൻതാരകമാണെൻരാധ. ഒരു തലമുറ സംഗീത സാന്ദ്രമാക്കിയ മലയാള ഗാനശാഖയെ മാധുര്യം തെല്ലും ചോരാതെ കാലസോപാനങ്ങളിലൂടെ കൈപിടിച്ചു നടത്തുകയായിരുന്നു അദ്ദേഹം.
വൈവിധ്യമാർന്ന ഈണങ്ങളുടെ വെൺചാമരം വീശിയെത്തിയ അനശ്വര ഗാനങ്ങൾ. ഒടുവിൽ എല്ലാം ഇന്നലകളുടെ മധുരസ്മരണകളായി നമുക്കോർമ്മിക്കാൻ ബാക്കി വെച്ച് രവീന്ദ്രൻ മാസ്റ്റർ യാത്രയാണ്. എങ്കിലും പിരിയാതെ ഓരോ നിമിഷവും നമ്മോട് ചേർന്ന് നിൽക്കുന്നു ആ മനുഷ്യൻ സൃഷ്ടിച്ച 1000 ഗാനങ്ങൾ. പകൽ വർഷരാത്രി തന്നിഴി തുടച്ചു പിരിയാത്ത നിഴലു നീ എന്നറിഞ്ഞു, പിരിയാത്ത നിഴലു നീ എന്നറിഞ്ഞു. കൾച്ചറൽ ഡെസ്ക്. വയനാടും കടുത്ത ചൂടിലേക്ക് നീങ്ങുകയാണ്. ഇത്തവണ ഫെബ്രുവരി ആദ്യ വാരത്തോടെ തന്നെ നല്ല ചൂടാണ് വയനാട്ടിൽ അനുഭവപ്പെടുന്നത്. 32.5 ഡിഗ്രി സെൽഷ്യസാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഇവിടെ രേഖപ്പെടുത്തിയത്. ഹരിതശാദ്വലതകളുടെയും ചോലക്കുളിർക്കാറ്റിൻ്റെയും പഴയ കാലങ്ങൾ പോയി മറഞ്ഞിരിക്കുന്നു. വെന്തുരുകുകയാണ് ഇന്നാടും ഇപ്പോൾ. ഫെബ്രുവരി മുതൽ കനത്ത ചൂട്. 32.5 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഫെബ്രുവരി ആദ്യവാരത്തിൽ വയനാട്ടിൽ അനുഭവപ്പെട്ടത്. ഫെബ്രുവരി അവസാനത്തോടെ 33.5 ഡിഗ്രി സെൽഷ്യസായി ഇത് വർദ്ധിച്ചു. താപനം കബനി നദിയെയും കൊച്ചരുവികളെയുമെല്ലാം വറ്റിച്ചിരിക്കുന്നു. എന്താ പറയുക, ഗ്രീൻ നിർബന്ധമാണ് നമുക്ക്. പ്രത്യേകിച്ചും കാർഷിക മേഖലയിൽ പരമാവധി കൃഷി, പ്രത്യേകിച്ചും വൃക്ഷവിളകൾ കൃഷി ചെയ്തുകൊണ്ട് നമ്മളെ പരിസ്ഥിതി സംരക്ഷിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. വനനശീകരണത്തിന് ഏറ്റവും വലിയൊരു കാരണമാണ്. സാധാരണഗതിയിൽ മാർച്ച് പകുതിയോടുകൂടിയാണ് വയനാട്ടിൽ ചൂടേറുക. ഇത്തവണ ഫെബ്രുവരിയിൽ തന്നെ റെക്കോർഡ് ചൂട് രേഖപ്പെടുത്തി. ശക്തമായ വേനൽമഴയെ കൊതിച്ചിരിക്കുകയാണ് വയനാട്ടിലെ വനങ്ങളും പാടങ്ങളുമെല്ലാം. ഉഷ്ണശയ്യയിൽ നിന്ന് പുതുനാമ്പുകളിലേക്ക് ഉണരുവാൻ. അനൂപ് KR, വയനാട്.